വെൽക്കം ബാക്ക് ടു മാത്സ് ട്യൂഷൻ. ഇന്ന് ഞാൻ RRBക്കുള്ള ചാപ്റ്റർ ടോപ്പിക്ക് ഇന്ന് പെർസെൻറ്റേജ് ആണ്. ഞാൻ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. എല്ലാ കുട്ടികളും കാണണം, പഠിക്കണം, സപ്പോർട്ട് ചെയ്യണം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യണം. ഓരോ ടോപ്പിക്കായിട്ടാണ് ഞാൻ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. പെർസെൻറ്റേജ് ആണ്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. A exceeds B. A exceeds B by 40% and B is less than C by 20%. Then A is to C. A exceeds B by 40% and B is less than C by 20%. A is equal to exceeds 40% means 100 plus 40. 140 by 100 into B. B is less than C by 20%. 100 minus 20, that is 8. 20% less, 40% exceed, adding 40. 40 കൂട്ടുക. B is less than C by 20%. So A is equal to 140 by 100, 14 by 10, where B is equal to C into 8 by 10. You have to find A is to C. നമുക്ക് കാണേണ്ടത് എന്താണ്? A is to C. A is to C. A by C. A is equal to 14 into 8 by 100 divided by C. C cancel. 7 into 8 divided by 50. Again dividing by 2, we get 25. 28 by 20. So A is to C is equal to 28 is to 25. Second question. A candidate score score 25% and fails by 60 marks. By another candidate who scores 50% marks get 40 marks more. Marks more than the minimum mark.
Find the maximum mark. %25 കിട്ടിയ കുട്ടി 60 മാർക്സിന് തോറ്റു, ഫെയിലായിട്ടില്ലേ. 50% കിട്ടിയപ്പോഴോ 40 മാർക്സ് മോറായി, പാസ് മാർക്കിനേക്കാൾ കൂടുതലായി. നമുക്ക് എന്താ കാണണ്ടേ? ഫൈൻഡ് ദ മാക്സിമം മാർക്ക്. %25 ഫെയിലാവുക എന്ന് 25% കിട്ടിയപ്പോൾ ആ കുട്ടി എത്ര മാർക്കിനാണ് തോറ്റത്? 60 മാർക്സിന് ഫെയിലായി അല്ലേ. ടോട്ടൽ മാർക്ക് മാക്സിമം, ഞാൻ കൂടുതൽ സ്റ്റെപ്പ് എഴുതുന്നതിലാണ് MCQ ആണ്. നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പിൽ മാക്സിമം മാർക്ക് എക്സായിട്ട് എടുക്കാം. 25% കിട്ടിയ കുട്ടി 60 മാർക്സിന് തോറ്റു. 60 മാർക്സും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ആ കുട്ടി ജയിക്കുമായിരുന്നു അല്ലേ. പാസ് മാർക്ക് എത്ര വരും? x × 25/100 + 60. 50% കിട്ടിയ കുട്ടിക്ക് പാസ് മാർക്കിനേക്കാളും എത്ര കൂടുതൽ കിട്ടി? 40 മാർക്സ് കൂടുതൽ കിട്ടി അല്ലേ. x × 50/100 - 40. ഇത് രണ്ടും എന്താണ്? പാസ് മാർക്കാണ്. നമുക്ക് ഇതിന് റൈറ്റിൽ -40 ലെഫ്റ്റിൽ വരുമ്പോൾ 60 + 40 100. x × 50 - 25 × x whole divided by 100. Same denominator. 50 - 25 25. 25/100 x. Cross multiplication, x is equal to 400. x is equal to 400. മാക്സിമം മാർക്ക് നിങ്ങൾ x എന്ന് അസ്യൂം ചെയ്യുക. x × 25/100 + 60. കാരണം 60 മാർക്സിന് ഫെയിലാണ്. അപ്പം 60 മാർക്സും കൂടെ കിട്ടിയാലേ കുട്ടി ജയിക്കും, പാസ് മാർക്ക് കിട്ടും അല്ലേ. x × 25/100 + 60 ദാറ്റ് ഈസ് ഈക്വൽ ടു x × 50/100 - 40. പാസ് മാർക്കിനേക്കാൾ കൂടുതൽ കിട്ടി, അതാണ് നമ്മളിവിടെ മൈനസ് ചെയ്യുന്നത്. അതിന് x കിട്ടും. Number 3. Dash percentage in what percentage of 64 is equal to 8? Question mark. നോക്കൂടെ x percentage എന്ന് എടുക്കാം. x/100 ഓഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻറ്റു x × 64 is equal to 800. So x is equal to 800/64. Dividing by 8, 25/2, that is 12.5. Next question. Question number 4. What percentage of 7.2 kg is 18 gram? ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ നമ്മൾ എപ്പോഴും യൂണിറ്റ് സെയിം ആണോ നോക്കുക. വാട്ട് പെർസെൻറ്റേജ് ഓഫ് 7.2 kg ഈസ് 18 gram? നമ്മൾ ആ ഈസ് കഴിഞ്ഞിട്ട് എന്താണോ അത് ന്യൂമറേറ്ററിൽ എഴുതുക, അത് ഗ്രാമാണ് അല്ലേ. 7.2 kg, 1 kg 1000 gram. നമുക്കിതിന് 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര കിട്ടും? 1 ഡെസിമൽ പ്ലേസ് ക്യാൻസൽ ആവും. 7200 gram. ഇൻറ്റു പെർസെൻറ്റേജ് നമ്മൾ എന്ത് ചെയ്യണം? ഇൻറ്റു 100. ക്യാൻസൽ. 1/4%. 1/4 is 0.25%. Question number 5.
in a class, 30% of the boys play football. 30% boys എന്ത് ചെയ്യുന്നു? ഫുട്ബോൾ കളിക്കും. 40% of the remaining play. 40% of the remaining cricket. And the remaining 21 boys play different other games. How many boys are there? Find the number of boys. Find the number of boys. Find the number of boys. Now let me question. ശ്രദ്ധിച്ച് വായിക്കാം. 30% of the boys എന്താണ്? Play football. 40% of the remaining, ഈ വേർഡ് നിങ്ങൾ നോക്കുക, ബാക്കി ഉള്ള കുട്ടികളുടെ 40% ആണ്. അതായത് 30% പ്ലേ ഫുട്ബോൾ, 40% പ്ലേ ക്രിക്കറ്റ്, അങ്ങനെയല്ല. 30% ഫുട്ബോൾ കളിക്കുന്നു, ബാക്കിയുള്ള കുട്ടികളിൽ അതിൻ്റെ 40% എന്താണ്? ക്രിക്കറ്റ്. ബാക്കിയുള്ളവരുടെ എണ്ണമാണ് 21. ഓക്കെ, 30% ഫുട്ബോൾ എന്ന് പറയുന്നു. 30% ഫുട്ബോൾ ആണെങ്കിൽ റിമൈനിങ് എത്രയായിരിക്കും? റിമൈനിങ് 70% അല്ലേ? ടോട്ടലിൻ്റെ 70%. നമുക്ക് ബോയ്സ് എക്സ് ആയിട്ട് അസ്യൂം ചെയ്യാം. എക്സ് ഇൻറ്റു 70/100 ഇതാണ് ഫുട്ബോൾ കഴിഞ്ഞിട്ടുള്ള കുട്ടികൾ. ഇതിൻ്റെ എത്ര പെർസെൻറ്റേജാണ് ക്രിക്കറ്റ് കളിക്കുന്നത്? 40% അല്ലേ? അപ്പോൾ 40% ക്രിക്കറ്റ് കഴിഞ്ഞാൽ പിന്നെ ബാക്കി എത്രയുണ്ട്? 60%. ഞാൻ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ചെയ്ത് നോക്കാനുള്ള ഈ പെട്ടെന്ന് ചെയ്യാവുന്ന മെത്തേഡാണ് പറയുന്നത്. ഇത്തിരി സ്റ്റെപ്പ് എഴുതുന്നില്ല. ഫസ്റ്റ് നമ്മൾ എക്സാം അസ്യൂം ചെയ്യുക. 30% ഫുട്ബോൾ കളിക്കുന്നു, ബാക്കി റിമൈനിങ് എന്നുള്ളതുകൊണ്ടാണ് 70/100. 40% എന്ത് കളിക്കുന്നു? ക്രിക്കറ്റ്. ബാക്കിയുള്ളവരാണ് 21. അതുകൊണ്ടാണ് നമ്മൾ 100 - 40 60. ഓക്കെ, 10 x is equal to 100 × 21 whole divided by 7 × 6. ഡയറക്റ്റായിട്ട് നമുക്ക് എങ്ങനെ ചെയ്യാം? എപ്പോഴും നമ്മൾ MCQ ഈസി മെത്തേഡ് നോക്കുക. എക്സ് 30% കഴിഞ്ഞിട്ടുള്ള 70, അതിൻ്റെ 40% ക്രിക്കറ്റ് കളിക്കുന്നു, ബാക്കിയുള്ള റിമൈനിങ് ബോയ്സ്, അതാണ് നമ്മൾ 100 - 40. ഡയറക്റ്റായിട്ട് നിന്ന് സ്റ്റെപ്പിൽ നമുക്ക് ഇതിൻ്റെ ആൻസർ കിട്ടും. ടോട്ടൽ നമ്പർ ഓഫ് ബോയ്സ് എത്രയാണ്? 6. The salary of a worker is first increased by 10%, and thereafter it was reduced by 10%. It was reduced by
10%. What was the change in his salary? എത്ര പെർസെൻറ്റേജ് ആണ് ചേഞ്ച് ചെയ്തത്? വാട്ട് വാസ് ദി ചേഞ്ച് ഇൻ സാലറി? ഇവിടെ ഫസ്റ്റ് എന്താ ചെയ്തത്? 10% ഇൻക്രീസ് ചെയ്തു അല്ലേ? ദെൻ അതിനുശേഷം 10% റെഡ്യൂസ് ചെയ്തു എങ്കിൽ നമ്മൾ ഫസ്റ്റ് ഇപ്പോൾ ഉള്ള സാലറി കൂടെയുള്ള ചേഞ്ച് എത്ര പെർസെൻറ്റേജ് ആണ്? അതാണ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് 10% സാലറി നമുക്ക് 100 അസ്യൂം ചെയ്യാം. കാരണം നമുക്കിത് MCQ-നല്ലേ, ഇപ്പോൾ ഒത്തിരി സ്റ്റെപ്പൊന്നും നമുക്ക് വേണ്ടല്ലോ. 10% ഇൻക്രീസ് ചെയ്താൽ ന്യൂ സാലറി എന്തായിരിക്കും? 100 × 110/100. ഇപ്പം എത്ര കിട്ടി? 110. Again 10% reduce. After 10% increase, salary is 110. Now 10% reduce, 100 minus 10, 99. നമുക്ക് ഫസ്റ്റ് എന്തായിരുന്നു? 100. ഇപ്പോഴും 99. 1 rupee കുറഞ്ഞു. നമ്മൾ പെർസെൻറ്റേജ് ആക്കുമ്പോൾ 1/100 × 100. Therefore 1% decrease. ഇതാണ് ആൻസർ. ഇവിടെ 101 കിട്ടി. നമുക്ക് എന്തായിരുന്നു? 1% ഇൻക്രീസ്. 4 ഓപ്ഷൻ ഉണ്ട്. ഇതിലൊന്നാണിത്. 1% ഡിക്രീസ്. The number 72 is divided into 2 parts. Such that 20% of one part, 20% of one part is equal to the 25% of the other part. Find 2 parts. That's the question. Find 2 parts. Okay. ഒന്നുകൂടെ പറയാം. Question. 72 is divided into 2 parts. 72 രണ്ടിനെ പാർട്ടാക്കുന്നു. അത് ആഡ് ചെയ്താൽ എന്ത് കിട്ടണം? 72 കിട്ടണം. ഓക്കെ. Then 20% of one part is equal to 25% of other part. Find the 2 parts. നമുക്ക് പാർട്സ് എങ്ങനെ അസ്യൂം ചെയ്യാം? എക്സ് 72 മൈനസ് എക്സ്. 20% ഓഫ് വൺ പാർട്ട് 20/100, 1/5. 25% എന്ന് പറഞ്ഞാൽ 1/4 ഇൻറ്റു അതർ പാർട്ട്. 100 ക്യാൻസൽ ചെയ്യാമെങ്കിൽ സോ 5 ക്യാൻസൽ. ഡിവൈഡിങ് 5. 4x is equal to 5 into minus 5x left here, 9x. So x is equal to 40. Parts ഏതൊക്കെ വരും? 40, 72 minus 40. Parts are 40, 30. ഇവിടെ 72 into 2 parts എന്ന് പറയുമ്പോൾ ഫസ്റ്റ് പാർട്ട് എക്സ്, സെക്കൻഡ് പാർട്ട് 72 മൈനസ് എക്സ്. 20% of one part, അതാണ് 20/100 into x.
25 by 100 into other part. 100 cancel. Here 5, here 5. Cancelling, we get 4x is equal to 5 into. Bracket open, we get 5 into 72 minus 5x. Minus 5x left here in the 4 plus 5. So x is equal to 40. Parts are 40 and 30. MCQ നമുക്ക് എത്രയും പെട്ടെന്ന് ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. When 50 is subtracted from 50% of a number, the result is 50. Find the number. When 50 is subtracted from 50% of a number, നമുക്ക് എന്തെടുക്കാം? X. 50% of a number, of എന്ന് പറഞ്ഞാൽ എന്താ? Multiplication. X into 50 by 100, x into 100, minus 50 is subtracted from this minus 50. You get answer is 50. Minus 50 right, x by 2 is equal to 100. X is equal to 200. Next question. Question number 9. The radius of a circle for a circle is so increased that its circumference increases by 5%. The area of the circle then increases by നമുക്കറിയാം റേഡിയസ് എത്രയാണോ ഇൻക്രീസ് ചെയ്യുന്ന ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. റേഡിയസ് 10 ആണ്. അതിൻ്റെ 10% സർക്കംഫറൻസ് എന്തായിരിക്കും? 2 into pi r. 2 into pi into 10. 20 pi വരും അല്ലേ? റേഡിയസ് 10% ഇൻക്രീസ് ചെയ്യുന്നു എന്നിരിക്കട്ടെ. 10% ഇൻക്രീസ് ചെയ്യുക എന്ന് പറയുമ്പോൾ 10 into 110 by 100. 11 ആവും. അപ്പോൾ ഉള്ള സർക്കംഫറൻസ് എന്താ? 2 pi into 11, 22 pi. അപ്പോൾ എത്ര ഇൻക്രീസ് ചെയ്തു? 22 minus 20 എത്രയാണ്? 2 pi. നമുക്ക് എത്ര സർക്കംഫറൻസ് എത്ര ഇൻക്രീസ് ചെയ്തു എന്ന് നോക്കാം. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുകയാണ് കേട്ടോ. 2 pi by 20 pi into 100. 5 pi cancel, 1 0 cancel. 20 by 2, 10. ഇപ്പോൾ റേഡിയസ് 10% ഇൻക്രീസ് ചെയ്തതും സർക്കംഫറൻസ് എത്ര തന്നെയാണ് ഇൻക്രീസ് ചെയ്തത്? 10% അല്ലേ? ഇവിടെ റേഡിയസ് ഓഫ് എ സർക്കിൾ ഈസ് സോ ഇൻക്രീസ്ഡ് ദാറ്റ് ഇറ്റ് സർക്കംഫറൻസ് ഇൻക്രീസസ് ബൈ 5%. സർക്കംഫറൻസ് 5% ഇൻക്രീസ് ചെയ്യുന്ന അതേ ടൈമിൽ
റേഡിയസും 5% ഇൻക്രീസ്. ഏരിയ ഓഫ് ദ സർക്കിൾ ഇൻക്രീസസ് ബൈ, ഇതിന് ഞാനൊരു എളുപ്പ വഴിയാണ്, ഈസി വേ, ഒറ്റ സ്റ്റെപ്പിൽ നമുക്ക് ചെയ്യാം. ഇത് എത്ര പെർസെൻറ്റേജ് ഇൻക്രീസ് ചെയ്യുന്നു അതുകൂടെ. എഗെയിൻ 5 into 5 by 100 whole percentage. ഒരു ഈസി വേ ആണ് കേട്ടോ. വേറെ സ്റ്റെപ്പൊന്നും ഞാനിപ്പോൾ എഴുതുന്നില്ല. 5 plus 5 10. 25 by 100 0.25. That is 10.25%. നമുക്ക് എത്ര പെർസെൻറ്റേജ് ഇൻക്രീസ് ചെയ്ത് പിന്നെ ഏരിയ സ്റ്റെപ്പൊക്കെ എഴുതി ചെയ്യും. പെട്ടെന്ന് നിങ്ങൾക്ക് കണ്ടുപിടിക്കാനുള്ളൊരു മെത്തേഡ്, അത്രയും ഈസി മെത്തേഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഞാൻ പെർസെൻറ്റേജ് 2 പാർട്ടായിട്ടാണ് ഇടുന്നത്. ഒരു പാർട്ടോടെ ഉണ്ട്, സ്റ്റേറ്റ്മെൻറ്റ് സംസ് ആണ്. നമുക്ക് 2 പാർട്ടായിട്ടിടാം. അത് കഴിഞ്ഞിട്ട് ഓരോ ടോപ്പിക്ക് ഇടുന്നുണ്ട്. Question number 10. .28 part of a window. 0.28 part of a window is painted black. .33 part is painted red. What is the percentage of the part of the window? What is the percentage of the part of the window to be painted? .28 part of the window is painted black. 0.33 part of the part is painted red. One black, red. What is the percentage of the part of the window to be painted? നോക്കിനി ബാക്കി എത്ര പെയിൻറ്റ് ചെയ്യാനുണ്ട് അത് പെർസെൻറ്റേജിലോട്ട് കൺവേർട്ട് ചെയ്യാം. 1 minus 0.28, അത് നമുക്ക് റിമൈനിങ് കണ്ടുപിടിക്കാം. 0.33, 1 minus 0.61, 0.39 percentage. Required percentage is 0.39 into 100. 39%. How many part? 0.39. ഇത് പെർസെൻറ്റേജ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് 0.39 into 100, that is 39%. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യണം. താങ്ക് യു.